എല്ലാ കുട്ടികൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 3 ടോപ്പിക്കാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. ബൈനോമിയൽ തിയറം, സീക്വൻസ് ആൻഡ് സീരീസ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ ഇവിടെ മൂന്നിലും വളരെ കുറച്ച് ഫോക്കസ് ഏരിയയെ പറയുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ടോപ്പിക് ബൈനോമിയൽ തിയറത്തിലേക്ക് പോകാം. അവിടെ ഒരു ഫോക്കസ് ഏരിയ പറയുന്നുള്ളൂ, ബൈനോമിയൽ തിയറം ഫോർ പോസിറ്റീവ് ഇൻ്റഗ്രൽ ഡിവൈസസ്. അപ്പോൾ നമുക്ക് ബൈനോമിയൽ തിയറം ഫോർമുല അറിയാം. a plus b raised to n equal to a raised to n plus nc1 a raised to n minus 1 b nc2 a raised to n minus 2 into b square. അതങ്ങനെ അവസാനം b raised to n വരെ വരും. ഇവിടെ നമുക്ക് എൻ സിയുടെ ഫോർമുല അറിയാം. അതായത് എൻ സി ആർ ഈക്വൽ ടു എൻ ഫാക്ടോറിയൽ ബൈ ആർ ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് ആർ ഫാക്ടോറിയൽ. അതുപോലെ എൻ സി 1 ഈക്വൽ ടു എൻ, എൻ സി 0 ഈക്വൽ ടു 1, അതുപോലെ എൻ സി 1 ഈക്വൽ ടു എൻ, അതുപോലെ എൻ സി ആർ ഈക്വൽ ടു എൻ സി എൻ മൈനസ് ആർ, ഈ രണ്ട് ഈക്വൽ ആയിരിക്കും. ഇത്രയും ഫോർമുലയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ ഈ പ്രോബ്ലം ഇതിൽ നിന്ന് വരുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഫോർമുല ഒന്ന് ഓർത്ത് വയ്ക്കുക. പ്രത്യേകിച്ച് ബൈനോമിയൽ തിയറത്തിൻ്റെ ഈ ഫോർമുല, അതായത് എൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആയിരിക്കണം, എ ബി എന്ന് പറയുന്നത് എനി റിയൽ നമ്പർ. അപ്പോൾ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ വാല്യൂ കൊണ്ടുവരും. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 166, എക്സസൈസ് 8.1, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 1 മൈനസ് 2x റൈസ് ടു 5. ഇതിൻ്റെ എക്സ്പ്രഷൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഇതിൻ്റെ എക്സ്പ്രഷൻസ് കാണണമെങ്കിൽ ഇവിടെ എന്നിൻ്റെ വില 5 ഈ ഫോർമുലയായിട്ട് കമ്പയർ ചെയ്യാം. എ പ്ലസ് ബി വേണം. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 1 പ്ലസ് മൈനസ് 2x. ഈ മൈനസ് അകത്തോട്ട് പോകാം, ദ ഹോൾ 5. അപ്പോൾ എന്നിന് 5, എക്ക് 1, ഇതാണ് എ, ഇത് ബി. അപ്പോൾ ഫോർമുല ഇട്ട് കൊടുത്തേ, എ റൈസ് ടു 1 റൈസ് ടു 5 അല്ലേ, എന്ന് 5 അല്ലേ, 1 റൈസ് ടു 5 ഒന്ന് തന്നെയല്ല, ഒന്നിന് പവർ ഏതായാലും ഒന്ന് തന്നെയാണ്, പ്ലസ് എൻ സി 1, എന്ന് 5, അപ്പോൾ 5c1 എ റൈസ് ടു വാട്ട് ഈസ് എ 1 1 റൈസ് ടു എൻ മൈനസ് 1, എന്ന് 5 ആണ്. 5 എന്നിന് ഒന്ന് എന്ത് പവർ ആയാലും ഒന്ന് തന്നെയായിരിക്കും, ഇൻറ്റു ബി. ബി എന്തുവാ, മൈനസ് 2x, a1 b മൈനസ് 2. അടുത്തത് പ്ലസ് എൻ സി 2, ദറ്റ് ഈസ് 5c2. അതുപോലെ 1 റൈസ് ടു 5 മൈനസ് 2 ഒന്നായിരിക്കും, മൈനസ് 2x റൈസ് ടു 2 പ്ലസ് 5c3. നേരത്തെ പറഞ്ഞ പോലെ ഒന്നിന് പവർ എന്ത് വായിക്കാം, മൈനസ് 2x ദ ഹോൾ റൈസ് ടു ക്യൂബ് ആയിരിക്കും, പ്ലസ് 5c4 ഇൻറ്റു 1 മൈനസ് 2x റൈസ് ടു 4 പ്ലസ് അവസാനത്തെ ടേം 5c4 കഴിഞ്ഞാൽ പിന്നെ അവസാനത്തെ ടേമാണ്. അവസാനത്തെ ടേം എന്ന് ബി റൈസ് ടു എൻ. ബി എന്തുവാ, മൈനസ് 2x റൈസ് ടു എൻ എത്ര, 5. ഇതിൽ 6 ടേം വരും. 1, ഇത് 1 ടേം, 2, 3, 4, 5, 6. അതായത് n 5 ആണെങ്കിൽ മൊത്തം 6 ടേം. അത് നമുക്കറിയാം, എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ, 3 ടേം. അപ്പോൾ ഇൻ്റഗ്രൽ പവർ 2 ആണെങ്കിൽ 3 എണ്ണം, പവർ 3 ആണെങ്കിൽ 4 ടേം വരും. അപ്പോൾ ഇവിടെ 5 ആണെങ്കിൽ 6 ടേം. അത് ഓർത്ത് വെച്ചോണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 5c1ൻ്റെ വില എന്തുവാ, 5. തന്നെ nc1ൻ്റെ വില n. അപ്പോൾ 5c1 ഈക്വൽ ടു 5 ഇൻറ്റു 1 എഴുതണ്ട, ഇൻറ്റു 2x പ്ലസ് 5c2ൻ്റെ വില എവിടെ നമുക്ക് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് 5c2, 5 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 2, ദറ്റ് ഈസ് n മൈനസ് ആർ. ആ സ്ഥാനത്ത് അപ്ലൈ ചെയ്താൽ 5 മൈനസ് 2 എന്ത് വരും, ദറ്റ് ഈസ് ഈക്വൽ ടു 3 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ ബൈ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ വെട്ടിപ്പോവും. ബാക്കി 2 2 ഇൻറ്റു 5 10. അപ്പോൾ 5c2ൻ്റെ വില 10 ഇൻറ്റു മൈനസ് 2x ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4x സ്ക്വയർ
പ്ലസ് 5C3 നമ്മളിവിടെ പഠിച്ചായിരുന്നു എൻ സി ആറിൻ്റെ വിലയും എൻ സി എൻ മൈനസ് ആറിൻ്റെ വിലയും. അപ്പോൾ 5C3യുടെ വില ഈക്വൽ ടു 5 ഫാക്ടോറിയൽ ഇതേ വില തന്നെ എൻ സി എൻ മൈനസ് ആർ. അപ്പോൾ 5 - 3 എന്ത് വരും? 5C(n - r) എന്ന് വരും 2. അപ്പോൾ രണ്ടും ഒരേ വില തന്നെയാണ്. അപ്പോൾ ആ വില എന്തോ 10. അപ്പോൾ 5C3ക്ക് പകരം ഇവിടെ എഴുതാം 10 എന്ന് എഴുതാം. അല്ലെങ്കിൽ 5C3 പ്രത്യേകം കണ്ടുപിടിച്ചാലും മതി. എന്തോ 5 ഫാക്ടോറിയൽ ബൈ 5 - 3 അല്ലെങ്കിൽ 3 ഫാക്ടോറിയൽ 5 - 3 2 ഫാക്ടോറിയൽ ഈ വില തന്നെയാണ് വരുന്നത്. ഇൻറ്റു ഇതിനെ ക്യൂബ് ചെയ്താൽ -8x³ പ്ലസ് 5C4ൻ്റെ വില എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു 5C4ൻ്റെ വില ദാറ്റ് ഈസ് 5 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 - 4 ദാറ്റ് ഈസ് 1 ഫാക്ടോറിയൽ വെട്ടിപ്പോയി 5 ആയിരിക്കും. അപ്പോൾ 5 ഇൻറ്റു ഇതിന് ഹോൾ റേസ് ടു 4 എത്ര വരും? 16x². ഇതിൻ്റെ -32x². -2^5 -32. അപ്പോൾ ഇതിനെ ഒന്നും കൂടെ വൃത്തിയായി എഴുതുവാണെങ്കിൽ എന്തെഴുതാം? 1 പ്ലസ് ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? -10x ഇത് പ്ലസ് 40x². ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ -80x³ ഇത് പ്ലസ് 80x⁴ -32x². ഇതൊരു 3 മാർക്ക് ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ ആദ്യം ബൈനോമിയൽ തിയറത്തിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് 1 മാർക്ക്, പിന്നെ ഓരോ 5C3 കണ്ടുപിടിക്കുന്നതിന് എല്ലാത്തിനും ഓരോരോ മാർക്ക്, പിന്നെ ലാസ്റ്റ് ആൻസറിലേക്ക് എത്തുന്നതിന് 1 മാർക്ക്. അപ്പോൾ നമുക്ക് 3 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ഇതിന് പരിഗണിക്കാം. അപ്പോൾ ഇതൊരു വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ 6 ഇതാണ്. യൂസിങ് ബൈനോമിയൽ തിയറം എവാലുവേറ്റ് ദ ഫോളോയിങ് 96^3. അതായത് ഇതിൻ്റെ പവർ ഇത് കാൽക്കുലേറ്റർ കണ്ടുപിടിക്കാം, പക്ഷെ അവിടെ ആവശ്യപ്പെടുന്നത് ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് കണ്ടുപിടിക്കണം എന്നാണ്. അപ്പോൾ ബൈനോമിയൽ തിയറം യൂസ് ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതാണ് ബൈനോമിയൽ തിയറം. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ പവർ 3 ആണെങ്കിൽ മൊത്തം 4 ടേം. അത് ഏതൊക്കെയായിരിക്കും? ആദ്യം a⁻². ഇത് നമുക്ക് 96 ഒരു കാര്യം ചെയ്യണം. 96 ഇങ്ങനെ എഴുതാവും 100 - 4. അപ്പോൾ ഇവിടെ ഇതിനെ ഒന്നും കൂടെ നമ്മൾ മൈനസ് അകത്തെടുത്തുകൊണ്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ 96 100 - 4 എന്ന് എഴുതി 100 + -4 എന്ന് എഴുതി പവർ 3 ആണ്. അപ്പോൾ ഇവിടെ എക്ക് 100ഉം ബിക്ക് -4 ആണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എന്ത് ചെയ്യാം? ഫോർമുല അപ്ലൈ ചെയ്ത് a⁻² എന്ത് വരും? 100^n ആണ്. n എത്ര? 3 പ്ലസ് nc1 ദാറ്റ് ഈസ് 3c1 ഇൻറ്റു 100^. ഒരു പവർ കുറയ്ക്കണം, ബി വരും. അടുത്ത ബിയുടെ പവർ കൊടുക്കുക, ബിയുടെ പവർ കൂടുക. എങ്ങനെയാണ് ബൈനോമിയൽ തിയറം മനസ്സിലാക്കേണ്ടത്? അപ്പം എയുടെ പവർ ഒന്ന് കുറഞ്ഞ് 2, അടുത്ത് ബി എന്തുവാ 4 പ്ലസ് nc2 എയുടെ പവർ ഒന്നും കൂടെ കുറഞ്ഞു 2 കുറഞ്ഞ് പവർ 1 ആയിരിക്കും. ഇൻറ്റു ബിയുടെ പവർ ഒന്ന് കൂടി 2 ആയി. nc ഇനി ഏറ്റവും അവസാനം 3 ആണ്. അവസാനത്തെ ടൈമിലെത്തി. ദാറ്റ് ഈസ് -4 b⁻3. എയുടെ പവർ ആ എന്താണോ പവർ ആ പവറിൽ തുടങ്ങി അവസാനം ബിയുടെ പവർ ആ യഥാർത്ഥ പവറിലേക്ക് വരും. എയുടെ പവർ പതുക്കെ കുറയുകയും ഓരോ സ്റ്റെപ്പായിട്ട് കുറയുകയും ബിയുടെ പവർ കൂടുകയും ചെയ്യും. ഇതിങ്ങനെ ഓർത്ത് വെച്ചാൽ അതാണ് ബൈനോമിയൽ തിയറം. അപ്പം 100^³ എന്ന് പറയുമ്പോൾ എന്ത് വരും? അതല്ലേ 10 lakhs. ദാറ്റ് ഈസ് 3c1ൻ്റെ വില nc1ൻ്റെ വിലയാണ്. അപ്പോൾ 3c3 100² എന്ന് വരും ഇൻറ്റു -4 പ്ലസ് 3c2ൻ്റെ വില എന്തുവാ? 3c1ഉം 3c2 വിലയും രണ്ട് സെയിമാണ്. nc6 n-r. കാരണം 3c(n-r) ഇത് തന്നെ എടുത്തോളൂ. അപ്പോൾ അവിടെയും വില 3 ഇൻറ്റു 100 ഇൻറ്റു -4² എത്ര വരും? 16 + 16 ആയിപ്പോൾ.
ഇനി പ്ലസ് -4³ എന്ത് വരും? -16, 4 ഇൻറ്റു 4 -4 ഇൻറ്റു 4 ഇട്ട് 16 ഇട്ടപ്പോൾ -64 വരും. ശരിയല്ലേ? ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഓർഡറിലാക്കാം. ഓർഡറിലാക്കി എന്ത് വരും? ഇത് 10 lakhs. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ -12 ഇത്രയും 0, 4 0 അല്ലേ? ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ 48 2 0 -64. ഇതെല്ലാം കൂടെ കുറച്ചാൽ എൻ്റെ ആൻസർ എന്തിലേക്ക് എത്താൻ പറ്റും നമുക്ക്? ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ്റെ ആൻസർ എന്തെഴുതാം? ഇത് കൂട്ടിയാൽ മതി. കൂട്ടി മൈനസ് ചെയ്താൽ എൻ്റെ ആൻസർ 8,84,736. അപ്പോൾ ഇതൊരു സാധാരണ എപ്പോഴും ചോദിക്കുന്ന ഒരു ബൈനോമിയൽ തിയറം അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യനാണ്. ഇതിനൊക്കെ നമുക്കൊരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യും. ഇതുപോലെ ഇതേ ടൈപ്പ് ഇപ്പം നമ്മൾ ചെയ്ത ഇതേ 2 മോഡലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അസൈൻമെൻ്റ് ആയിട്ട് തരാം. അത് നിങ്ങളൊന്ന് ചെയ്യേണ്ടി വരും. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ ഈ ബൈനോമിയൽ തിയറത്തിൻ്റെ അതിൽ നിന്ന് വരുന്ന ഫോക്കസ് ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം നിങ്ങൾ ആ ഫോക്കസ് ഏരിയ നിന്നുകൊണ്ട് മാത്രം പഠിച്ചാൽ മതി. നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിൽ പറയുന്നത് ഫോക്കസ് ഏരിയ മാത്രം റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് നമുക്ക് 120 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നമുക്ക് 60 മാർക്കിനാണ്, 60-ന് ഇരട്ടി മാർക്ക്. അപ്പം അതിലേതാണ്ട് 90 മാർക്ക് ക്വസ്റ്റ്യൻ തന്നെ ഫോക്കസ് ഏരിയ എന്ന് തന്നെയായിരിക്കും. അപ്പോൾ ഫോക്കസ് ഏരിയ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളിവിടെ റിവൈസ് ചെയ്തത്. അതുപോലെ അവർ പ്രത്യേകം പറയുന്നുണ്ട് വിക്ടേഴ്സ് ചാനലിലുള്ള പ്രോബ്ലം അവർ ചെയ്യുന്നത്, ആ പ്രോബ്ലം പ്രത്യേകം കുട്ടികളോട് വാച്ച് ചെയ്ത് അത് മനസ്സിലാക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നുള്ള പ്രോബ്ലം ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫുൾ A+ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്ക് സീക്വൻസ് ആൻഡ് സീരീസിലേക്ക് പോകാം. അപ്പം സീക്വൻസ് ആൻഡ് സീരീസിൽ നിങ്ങൾ ആൾറെഡി 10ാം ക്ലാസ്സിൽ സീക്വൻസ് ആൻഡ് സീരീസ് പഠിച്ചാണ്, AP എന്നൊക്കെ പഠിച്ചാണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ്. അപ്പോൾ ഇവിടെ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഫോക്കസ് ഏരിയയിൽ ഉൾപ്പെടുത്തുന്നില്ല. അതിൻ്റെ അടുത്ത ഭാഗം ജോമെട്രിക് പ്രോഗ്രഷൻസ് GP ആണ് അതിൻ്റെ അടുത്ത് ഫോക്കസ് ഏരിയയിൽ പറയുന്നത്. അപ്പോൾ AP എന്ന പ്രോഗ്രഷൻസ് അതിൻ്റെ ഫോക്കസ് പോയിൻ്റാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. ജോമെട്രിക് പ്രോഗ്രഷൻസ് അത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരിക്കും. 9.3 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. എല്ലാ ഫോക്കസ് ഏരിയ അതായത് ടൈം വരുമ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇവിടെ ഈ വായിക്കുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാം. ഫൈൻഡ് ദ 12th ടേം ഓഫ് GP ഹൂസ് 8th ടേംസ്. അതായത് ഒരു GP എന്ന് പറയുമ്പോൾ GPയുടെ ഫോർമുല എന്തൊക്കെയാണ്? ടേംസ് TN = AR⁻n. nth ടേം കണ്ടുപിടിക്കുന്ന ഫോർമുല. പിന്നെ സം SN = സം SN നമുക്ക് ഫോർമുല അറിയാം, A × R⁻n - 1/R-1. ഈ 2 ഫോർമുല ഓർത്തിരുന്നാൽ മതി. ഒന്ന് nth ടേം, പിന്നെ SN. S എന്ന് പറയുന്നത് സം ഓഫ് nth ടേമിൻ്റെ ഫോർമുല. ഇത്രയും 2 ഫോർമുല ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഞാൻ വായിക്കാം. സ്ക്രീനിൽ കാണാം. ഫൈൻഡ് ദ 12th ടേം ഓഫ് GP. 12th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഫൈൻഡ് ദ 12th ടേം. അപ്പോൾ T12 ആണ് ക്വസ്റ്റ്യൻ. 8th ടേം, ഇതിൻ്റെ 8th ടേം തന്നിട്ടുണ്ട്. ദറ്റ് ഈസ് T8 = 1/2. ആൻഡ് കോമൺ റേഷ്യോ ഈസ് 2. ഈ കോമൺ റേഷ്യോ ആണ് 6 എന്ന് അടയാളപ്പെടുന്നത്. സോ R = 2. അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. 12th ടേം, 8th ടേം തന്നിട്ടുണ്ട്, കോമൺ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ട് ഇതിലേക്കാണ് എങ്ങനെയാണ് ചെയ്യാം. 12th ടേം, 8th ടേം എന്ന് പറയുമ്പോൾ ഈ ഫോർമുല നോക്കി. 8th ടേം AR⁻n-1 n ആണെങ്കിൽ, ഇവിടെ 8 ആണെങ്കിൽ 8 - 1 എത്ര? 7 = 192. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു A നമുക്കറിയത്തില്ല, പക്ഷെ R തന്നിട്ടുണ്ട്. R-ൻ്റെ വില എന്തുവാ? 2⁻7. ചോദ്യം ഇതാണ്. T12
T12ൻ്റെ ഫോർമുല അപ്പോൾ എന്ത് വരും? A r raised to n minus 1. 12 ആണെങ്കിൽ 12 minus 1 11. ഇതാണ് ക്വസ്റ്റ്യൻ. ശരിയാണോ? ഇവിടെ ശ്രദ്ധിക്കുക, A r raised to 11 എങ്ങനെ എഴുതിയാൽ തെറ്റുണ്ടോ നോക്കിയേ. അല്ലെങ്കിൽ ആറിന് പകരം ഇവിടെ എന്ത് കൊടുക്കാം? 2 കൊടുക്കാം. അപ്പോൾ 2 raised to 11 equal to. ഇനി എങ്ങനെ എഴുതാം? A 2 raised to 11 എങ്ങനെ വീതിച്ചാൽ തെറ്റുണ്ടോ നോക്കിയാൽ 2 raised to 7 into 2 raised to 4 എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? തെറ്റില്ലല്ലോ. ഓക്കെ, അവിടെ നോക്കിക്കേ, A into 2 raised to 7ൻ്റെ വില എന്ത് കൊടുക്കാം? 192 എന്ന് കൊടുക്കാവോ? 2 raised to 4 എത്ര? 2 2 4 8 16. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര വരും? 3072. രണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാം. അപ്പം 12ാമത്തെ ടേം എത്ര? 3072. 8ാമത്തെ ടേം 192 ആണെങ്കിൽ 12ാമത്തെ ടേം 3000. ഇതാണ് GPയുടെ 5ാമത്തെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 5. 5 എന്തുവാ? 2, ഇതൊരു GP ആണ്. വിച്ച് ടേം ഓഫ് ദ ഫോളോയിങ് സീക്വൻസ് ഈസ് 120? അതായത് ഇതൊരു GP. ഈ GP 128 എന്ന് പറയുന്ന എത്രാമത്തെ ടേം? വിച്ച് ടേം ഓഫ് ദ ഫോളോയിങ് GP? ഈ 128 എന്ന് പറയുന്ന എത്രാമത്തെ ടേം? ശ്രദ്ധിക്കുക, GP എന്ന് പറയുന്നത് അറിയാം. GP എന്ന് പറയുന്നത് എന്തുവാ? കോമൺ ഒരു നമ്പർ കൊണ്ട് ഗുണിക്കുക. AR ഇങ്ങനെ പോകും. A എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം, R എന്ന് പറയുന്നത് കോമൺ റേഷ്യോ. 2 4 8 16. ഇവിടെ ഫസ്റ്റ് ടേം 2, കോമൺ റേഷ്യോ 2. അതുപോലെ 2 6 18 54. ഇതൊരു GP. ഇവിടെ ഫസ്റ്റ് ടേം 2, പക്ഷെ കോമൺ റേഷ്യോ 3 ആണ്. 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 2 3 കൊണ്ട് മൾട്ടിപ്ലൈ 6, 6 3 കൊണ്ട് 18, 18 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനത്തെ. അപ്പോൾ ഇതാണ് GPയുടെ. AP എന്ന് പറയുന്നത് കൂട്ടുക, ഓരോ കോമൺ ഡിഫറൻസ് എന്ന് നമ്മൾ പറയാറുണ്ട്. GP എന്ന് പറയുന്നത് കോമൺ റേഷ്യോ, ഒരു പർട്ടിക്കുലർ നമ്പർ ഒരു ഫിക്സഡ് നമ്പറോട് ഗുണിക്കുക. അതാണ് കോമൺ റേഷ്യോസ്. അപ്പോൾ ഈ GPയിൽ 128 എത്രാമത്തെ ടേംസ്? അപ്പോൾ നമ്മുടെ ഇവിടെ എത്രാമത്തെ ടേമിൻ്റെ ഫോർമുല TN = ഫോർമുല നമ്മൾ ആദ്യമേ പറയുന്നുണ്ട്. ആ ക്വസ്റ്റിന് വേണ്ട ഫോർമുലയ്ക്കും പ്രത്യേകം മാർക്കാണ്. അപ്പോൾ ഇതിനൊക്കെ മാർക്കുള്ളത്. അപ്പോൾ ഇവിടെ ഇതാണ് 128. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് N ഇത് എത്രാമത്തെ ടേം എന്നാണ്. അപ്പോൾ A എത്ര? 2 into R കണ്ടുപിടിക്കാം. R എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്ത കോമൺ റേഷ്യോ. അപ്പോൾ 2 ഈ ടേം ഇത് അല്ലെങ്കിൽ ഇതുകൊണ്ട് തൊട്ട് മുമ്പുള്ള ടേം ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതായിട്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് വരും? 2 വെട്ടിപ്പോൾ എന്ത് വരും? അപ്പം കോമൺ റേഷ്യോ √2 raised to n minus equal to. ഈ 2 അപ്പുറത്ത് പോയാൽ എന്ത് വരും? √2. 2 അപ്പുറത്ത് പോയാൽ 128/2 ആകും. അപ്പോൾ എത്ര വരും? 64 ആയിപ്പോകും. ശരിയല്ലേ? ഇനി ഇവിടെ 64 2ൻ്റെ എത്രയായിട്ട് എഴുതാം? 2 raised to 6 എന്ന് എഴുതാം. കാരണം 64 ഇത് എത്ര വരും? 32. അടുത്ത് 16, അടുത്ത് 2 4, അടുത്ത് അപ്പോൾ 6. 2 raised to 6 ആണ്. 2 raised to 6 ആണ് 64. അപ്പോൾ ഇവിടെ √2 raised to -1. √2 നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 1/2 എന്ന് എഴുതാം. അപ്പോൾ /2 എന്ന് വരും. ശ്രദ്ധിക്കുക, കാരണം √2 = 2 raised to ½ എന്ന് എഴുതാം. ആൾറെഡി ഇവിടെ ഒരു n-1, അപ്പോൾ ഇവിടെ ഒരു n-1 വരും. അപ്പോൾ 2 raised to n-1/2 എന്ന് എഴുതാം. =2 raised to 6. അപ്പോൾ നോക്കി, ബേസ് 2 സെയിം. ഈ 2 ഈക്വൽ ആണ്. അപ്പോൾ ഈക്വൽ ആകുമ്പോൾ ബേസ് 2 സെയിം ആകുമ്പോൾ എന്തുമായിരിക്കും? പവർ സെയിം ആയിരിക്കും. അപ്പോൾ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ്
n minus 1 by 2 equal to 6. അപ്പോൾ n equal to എത്ര വരും? That is n equal to 2 അപ്പുറത്ത് പോയാൽ 12 വരും, -1 30. അപ്പോൾ 128 എന്ന് പറയുന്നത് എത്രാമത്തെ ടേം? 13ാമത്തെ ടേം എന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലായത്. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റൻ ആയിരിക്കും നമുക്ക് GPയിൽ നിന്ന് സാധാരണ വരാൻ പോകുന്നത്. കാരണം GPയിൽ ഫസ്റ്റ് ഒരേ ഒരു ഇത് പറയുന്നുള്ളൂ. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്ത ടോപ്പിക് എന്തുവാ? സ്ട്രേറ്റ് ലൈൻസ്. 10ാമത്തെ ടോപ്പിക്സ്. സ്ട്രേറ്റ് ലൈനിൽ നമുക്കൊരു 3 ഫോക്കസ് ഏരിയ അവർ എടുത്തു പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് condition for parallelism and perpendicularity of lines in terms of their slopes. അതായത് പാരലൽ ആൻഡ് പെർപെൻഡിക്കുലർ. രണ്ട് ലൈൻ പാരലൽ ആണെങ്കിൽ രണ്ടിൻ്റെയും സ്ലോപ്പ് സെയിം ആയിരിക്കും. രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രണ്ടിൻ്റെയും സ്ലോപ്പ് മൾട്ടിപ്ലൈ -1. ഈ രണ്ട് ഫോമുലയാണ്. സ്ലോപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ പാരലലിസം ആൻഡ് പെർപെൻഡിക്കുലാരിറ്റി. അപ്പോൾ സാധാരണ അതിൽ സ്ലോപ്പ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഭാഗമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ചെയ്യാം. പേജ് നമ്പർ 207 എക്സാമ്പിൾ 1 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമുക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ്സ് 3, -2 ആൻഡ് 7. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫോമുല അറിയാം. എന്താണ് ഫോമുല? സ്ലോപ്പ് m equal to ഫോമുല y2 minus y1 by x2 minus x1. ഈ ഫോമുലയ്ക്ക് മാർക്കുണ്ട്. അപ്പോൾ ഇത് x1, ഇത് y1, ഇത് x2, y2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. y2 -2 മൈനസ് y1 എന്തുവാ? -2. അപ്പോൾ മൈനസ് എന്തുവാ? y x2 7 minus x1 3. മോളിൽ 0 ആയിരിക്കും, വാല്യൂ 0. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് 0. അപ്പോൾ ഇങ്ങനെ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അത് ഓർത്ത് വെച്ചോളുക. ഇനി നമുക്ക് പേജ് നമ്പർ 210 എക്സാമ്പിൾ 3 അത് നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. ലൈൻ ത്രൂ ദ പോയിന്റ്സ് -2,6 ആൻഡ് 4,8. ഈ രണ്ട് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനും ഇസ് പെർപെൻഡിക്കുലർ ടു ദ അനദർ രണ്ട് പോയിന്റ്. അനദർ പോയിന്റ് എന്ന് പറയുന്നത് ഇതാണ് 8,12 x,24. ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ്. ശ്രദ്ധിക്കുക, നമുക്കറിയാം പെർപെൻഡിക്കുലറായ പരസ്പരം സ്ലോപ്പ് മൾട്ടിപ്ലൈ -. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് ആദ്യം കണ്ടുപിടിക്കാൻ അതിനെ നമുക്ക് m1 കൊടുക്കാം. ഇതിൻ്റെ സ്ലോപ്പ്, ഈ ലൈനിൻ്റെ സ്ലോപ്പ് m2 കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്ലോപ്പിൻ്റെ ഫോമുല അറിയാമല്ലോ. സ്ലോപ്പ് m ഈക്വൽ ഫോമുല y2 minus y1 by x2 minus x1. അപ്പോൾ ഫോമുല വേണമെങ്കിൽ ഇവിടെ എഴുതാം. അപ്പോൾ ഇത് x1 y1, ഇത് x2 y2. അപ്പം പറയാം y2 8 minus 6 by x2 4 minus -4 plus 2 മോളി 2 by 6 equal to 1/3. ഇനി ഇതിൻ്റെ സ്ലോപ്പ് അതേപോലെ ഇത് x1 y1, ഇത് x2 y2. അപ്പോൾ y2 minus y1 by x2 x minus 8 കുറച്ച് 12/. അപ്പം ഈ രണ്ട് ലൈനും പെർപെൻഡിക്കുലർ എന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യന്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത -1. അപ്പോൾ m1 × m2 ഈക്വൽ ടു -. ഇവിടുത്തെ m1 എത്ര? 1/3 ഇൻറ്റു m2 എത്ര? 12/, ഈക്വൽ ടു -1. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇത് വെട്ടിയാൽ വരും 4/, ഈക്വൽ ടു -1. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4 ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ -x പ്ലസ് 4 അപ്പോൾ -4 8 - 4. അപ്പോൾ എക്സിൻ്റെ വില എത്ര കിട്ടി? 4. അപ്പോൾ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് സ്കോർ ചെയ്യാം. അതായത് ഈ ഫോക്കസ് ഏരിയ, സ്ട്രേറ്റ് ലൈൻ്റെ ഫോക്കസ് ഏരിയ,
പാരലലിസം ആൻഡ് പെർപെൻഡിക്കുലാരിറ്റി ഓഫ് ടു ലൈൻസ്. അപ്പോൾ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സാധാരണ ഇതിൽ വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഇനി ഇതുപോലെ പെർപെൻഡിക്കുലർ, ഇനി ഇതേപോലെ പെർപെൻഡിക്കുലർ അല്ലാതെ പാരലൽ എന്ന് വരാം. അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ ഇതൊരു M1 = M2, ഇത് രണ്ടും ഈക്വൽ ആകും. അങ്ങനെ ആകുമ്പോൾ എക്സിൻ്റെ വില അത് ശ്രദ്ധിച്ചോണം. പാരലൽ ആണെങ്കിൽ എക്സിൻ്റെ വില അത് ശ്രദ്ധിച്ചോണം. നമ്മൾ പെർപെൻഡിക്കുലറിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഇനി പരീക്ഷയ്ക്ക് പാരലൽ ആയിരിക്കും. അപ്പോൾ ഇത് ഈക്വൽ ഇതെന്ന് എടുക്കണം. എങ്ങനെ എടുക്കാം? പാരലൽ ആകുമ്പോൾ 1/3 = 12 ഇനി ക്രോസ് മൾട്ടിപ്ലൈ. അപ്പോൾ അതിന് എക്സ് കണ്ടുപിടിക്കണം പാരലൽ ആകുവാണെങ്കിൽ. ശ്രദ്ധിച്ചോണം. ഞാനൊരു ഉദാഹരണം എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ഫോക്കസ് ഏരിയ അതിൻ്റെ സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇൻ്റർസെപ്റ്റ് ഫോം. ഇനി അടുത്ത സ്ട്രെയിറ്റ് ലൈനിൽ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ഇൻ്റർസെപ്റ്റ് ഫോം. ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്ട്രെയിറ്റ് ലൈൻ എക്സ് വൈ ആക്സിസ്, സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ. അപ്പോൾ ഈ പോയിന്റ് 2 ഇത് 3 ആണെങ്കിൽ, അതായത് എക്സ് ഇൻ്റർസെപ്റ്റ് ഇത് ഒറിജിനാണ്. ഈ എക്സ് ഇൻ്റർസെപ്റ്റ് ഈ നീളം 2, വൈ ഇൻ്റർസെപ്റ്റ് ഈ നീളം 3. അങ്ങനെയാണെങ്കിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഈക്വേഷൻ നമുക്ക് എങ്ങനെയാണ്? x/2 + y/3 = ഇതാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ്റെ ഈക്വേഷൻസ്. അതായത് ജനറലായിട്ട് x/a y/b = a എന്ന് പറയുന്ന എക്സ് ഇൻ്റർസെപ്റ്റും a എന്തുവാ എക്സ് ഇൻ്റർസെപ്റ്റ് ആൻഡ് b y ഇൻ്റർസെപ്റ്റ്. അപ്പോൾ അങ്ങനെ ചിലപ്പം ഒരു ഗ്രാഫ് തന്നെ തന്ന് ഇതിൻ്റെ ഈക്വേഷൻ എഴുതാൻ പറഞ്ഞ് നേരിട്ട് എഴുതാം. അല്ലെങ്കിൽ ഒരു ഈക്വേഷൻ തന്ന് അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇങ്ങനെ ഒരു ഈക്വേഷൻ x/5 + y/10 = 1. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് എങ്ങനെ വരയ്ക്കാം? എക്സ് ഇൻ്റർസെപ്റ്റ് 5 ആയിരിക്കും, അപ്പോൾ 5-ലായിരിക്കും. വൈ ഇൻ്റർസെപ്റ്റ് 10, അപ്പം 10-ലായിരിക്കും, ഇവിടെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയായിരിക്കും സ്ട്രെയിറ്റ് ലൈൻ 5. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് അതിൻ്റെ x/a + y/b = 1 വരുന്ന ഫോം ഇൻ്റർസെപ്റ്റ്. അതിനകത്ത് പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ ഇതുപോലത്തെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. എക്സ് ഇൻ്റർസെപ്റ്റ് എന്താണ്, വൈ ഇൻ്റർസെപ്റ്റ് എന്താണ്. ഇനി അടുത്തത് ജനറൽ ഫോം. അടുത്ത ഫോക്കസ് ഏരിയ ജനറൽ. ജനറൽ ഫോം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ax + by + c ആണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ജനറൽ ഫോം. എക്സ് വൈയും ഉണ്ടാവും, ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടാവും സ്ട്രെയിറ്റ് ലൈൻ്റെ. അപ്പോൾ ഇതിന് നമുക്കൊരു ക്വസ്റ്റ്യൻസ് പേജ് നമ്പർ 27 എക്സസൈസ് 10.3 നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. എക്സസൈസ് 10.3 1-ൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. 1-ൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 6x + 3y - ഇതാണ് ജനറൽ ഫോം. 6x + 3y - 5 = 0. ചോദ്യം ഇതാണ്: reduce the following equations in slope intercept and find the slope and y intercept ഒക്കെ ചോദിച്ചു. അപ്പോൾ അത് സാധാരണ ഇത് ജനറൽ ഫോം ആയതുകൊണ്ട് അങ്ങനെ എയുടെ വില 6, ബിയുടെ സ്ഥാനത്ത് 3, സിയുടെ സ്ഥാനത്ത് -5 ജനറൽ ഫോം. അപ്പോൾ ജനറൽ ഇന്ന് ആ പറയുന്ന സ്പെസിഫിക് ഫോമിലേക്ക് വൈ ഇൻ്റർസെപ്റ്റ് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമും സ്ലോപ്പും ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചിരിക്കും. അതായത് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഈക്വേഷൻ ഇതാണ്: y = mx + c. അപ്പോൾ ഈ ഫോമിലേക്ക് ഇത് മാറ്റണം. അപ്പോൾ മാറ്റണമെങ്കിൽ y മാത്രമേ വരാവുള്ളൂ, ബാക്കിയെല്ലാം അപ്പുറത്ത് കൊണ്ടുപോയാൽ എന്ത് വരും? y വരാം. വൈയുടെ കോഎഫിഷ്യൻ്റ് 1 ആയിരിക്കണം. ഇവിടെ 3, അപ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 3 + 5/3 = എന്ത് എഴുതാം? -2x + 5/3. ഇതുമായിട്ട് കമ്പയർ ചെയ്ത് എമ്മിൻ്റെ പ്ലേസിൽ എന്തുവാ? ഈ എമ്മിൻ്റെ പ്ലേസിൽ ഇവിടെ എന്തുവാന്ന് നോക്കി, m = -2. അപ്പോൾ അതാണ് സ്ലോപ്പ്. സിയുടെ വില എന്തുവാ? c = 5/3. ദാറ്റ് ഈസ് ഇതാണ് നമുക്ക് എന്തുവാ? വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ ഇതാണ് ചോദ്യം. ഇത് വളരെ സിമ്പിളായിട്ട്. ഇനി ഇതിനെ എക്സ് ഇൻ്റർസെപ്റ്റ് ആക്കിയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഇതിനെ ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് മാറ്റണമെങ്കിൽ എങ്ങനെ എഴുതാം?
അത് നമുക്ക് ഇതിന് ചെയ്യാൻ ചോദിച്ചിട്ടില്ല, നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാം. ഇത് ആദ്യം എന്താ എഴുതണോ? ഈക്വൽ ടു 5. കാരണം ഇൻ്റർസെപ്റ്റ് ഫോം എന്തുവാ? x/a. ഇതാണ് ഇൻ്റർസെപ്റ്റ് ഫോം. ഇത് സ്ലോപ്പ് y ഇൻ്റർസെപ്റ്റ് ഫോം, ഇത് ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ ഇത് ഇൻ്റർസെപ്റ്റ് ഫോം ആക്കണി 5 അപ്പുറത്തോണ്ട് പോയി അത് 1 ആക്കണം. 5 1 രണ്ട് സൈഡ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ബൈ 5. അപ്പോൾ ഇവിടെ 1 ആയിപ്പോൾ. അപ്പോൾ ഇതെങ്ങനെ എഴുതാം? 6x/3/5 = 1. അടുത്ത് ഇതേപോലെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? x/6/5 എങ്ങനെ എഴുതാം? 5/6 എഴുതാം. y/3/5 5/3 എഴുതാം. അപ്പോൾ ഇവിടെ x ഇൻ്റർസെപ്റ്റ് എത്ര? x ഇൻ്റർസെപ്റ്റ് = 5/6, y ഇൻ്റർസെപ്റ്റ് 5/3. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇനി ഇതേപോലെ ഇൻ്റർസെപ്റ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. 3x + 2y - 12 = 0. ഇതിനെ ഏതായി റെഡ്യൂസ് ചെയ്യണം? ഇൻ്റർസെപ്റ്റ് ഫോമായി ആൻഡ് ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. ഇൻ്റർസെപ്റ്റ് ഫോം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇവിടെ എക്സ് വൈ വരാവുള്ളൂ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കി -12 പൊതുവെ. ഇനി ഇതിനെ 1 ആക്കണം. 1 ആക്കണമെങ്കിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 3x + 2y = ഇതിനെ എങ്ങനെ എഴുതാം? 3x/3 വെട്ടിപ്പോയ 6. അപ്പോൾ x/4 + y/6 = 1. അപ്പോൾ നോക്കിയാൽ ഈ ഫോമാണ് നോക്കി. അപ്പോൾ ഇവിടെ x ഇൻ്റർസെപ്റ്റ് എത്ര? = 4. y ഇൻ്റർസെപ്റ്റ് എത്ര? 6. അപ്പോൾ ഇത് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇൻ്റർസെപ്റ്റ് ഫോമാണ് നേരത്തെ ഉള്ളത്, സ്ലോപ്പും ഇൻ്റർസെപ്റ്റ് ഫോം. അപ്പോൾ ഇതാണ് ഈ സ്ട്രേറ്റ് ലൈനിൻ്റെ ഫോക്കസ് ഏരിയയിലുള്ള പ്രോബ്ലം. അപ്പോൾ ഇത്രയും റിവൈസ് ചെയ്ത പ്രോബ്ലം. അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം, നമ്മൾ പരീക്ഷയ്ക്ക് 60 മാർക്കിൻ്റെ ചോദ്യമാണ് മാക്സിമം. അപ്പം ഇരട്ടി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ എടുത്തു പറയുന്നത് അവരുടെ കൈറ്റ് ആൻഡ് വിക്ടസ് ചാനലിൽ അവിടെ റിവൈസ് ചെയ്ത പ്രോബ്ലവും പ്ലസ് അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം, അതായത് നമ്മളിവിടെ എടുത്ത് റിവൈസ് ചെയ്ത പ്രോബ്ലം, ഇത് മാത്രം നിങ്ങൾ ചെയ്തു പോയാൽ മതി, ഫുൾ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആ രീതിയിലേക്ക് നീങ്ങുക. ഇതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ റിലേറ്റഡ് അസൈൻമെൻറ്റും തരാം. അസൈൻമെൻ്റ് ഒന്നും ചെയ്ത് സംശയമുള്ളത് എന്നെ വിളിച്ച് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ.